നമസ്കാരം. പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന സാധനമാണ് കെ ഫോൺ എന്നത്. ഇപ്പോൾ ഏത് പദ്ധതിക്കും മുൻപിലും കെ എന്ന് ചേർക്കുന്നത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇനി കേരളത്തിൻ്റെ കെ എടുത്താണോ എന്നറിയില്ല. റേഷൻ കടകൾക്കൊക്കെ കെ സ്റ്റോർ പോലെ ഇനി വരാൻ പോകുന്നു എന്നൊക്കെ റേഷൻ കടകളിൽ ചെന്നാൽ നമുക്കറിയാം, അവിടെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന കാണാം. വരുന്നു കെ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കെ ഫോൺ, കെ റെയിൽ, ഇത്തരം പേരുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയ അഭിമാനത്തോടെയാണ് ഇവർ അവതരിപ്പിച്ചത് കെ ഫോൺ. ഈ കെ ഫോൺ എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി പ്രത്യേകിച്ച് വല്ല ഇൻ്റർനെറ്റോ മറ്റോ എന്തൊക്കെയോ ആയിരിക്കും. കേന്ദ്രം വിചാരിച്ചാലൊന്നും ഇൻ്റർനെറ്റ് ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കെ ഫോണും നെറ്റ് കൊടുക്കുന്നത് BSNL ആണ് എന്നത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത്? ഈ കെ ഫോൺ എന്ന സംഗതി കാശിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ്. മാതൃഭൂമി വന്നിരിക്കുന്ന ഒരു ഇത് നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നു, കെ ഫോൺ കാര്യക്ഷമമല്ല, ട്രഷറികളിലേക്ക് വീണ്ടും BSNL, പൊതുജനങ്ങൾക്കും കണക്ഷൻ ലഭിക്കുന്നില്ല. പഴയതുപോലെ തന്നെ BSNL തന്നെ വീണ്ടും ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കെ ഫോണിൻ്റേതായിട്ടുള്ള പേര് എഴുതിയിരിക്കുന്ന ചില വണ്ടികളൊക്കെ തലങ്ങും വിലങ്ങുമൊക്കെ ഓടുന്ന കാണാം. അത്രയൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ. എന്താണ് കെ ഫോൺ, ഏതാണ് കെ ഫോൺ, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും വലിയ ഗ്രാഹ്യമില്ല. ഈ സാധനത്തിനെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തിയത്. നോക്കൂ, സ്വപ്നമാണെന്ന് കരുതിയത് യാഥാർത്ഥ്യമായി. ഇതായിരുന്നു അന്നത്തെ ഇരട്ടച്ചങ്കൻ്റെ പഞ്ച് ഡയലോഗ്. ഇത് ഈ കെ ഫോണിൻ്റെ ഉദ്ഘാടന സമയത്ത്. ഇത് ഒരു വർഷം പോലും, സാധാരണ ഇവരുടെ പദ്ധതിയൊക്കെ പൊളിയുന്നത് പ്രഖ്യാപിച്ച 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നടത്തുന്നത്, അതിനുശേഷമാണ് പൊളിയുന്നത്. ഇത് പക്ഷേ ഒരു വർഷം തന്നെ നടത്തി പൊളിയുകയും ചെയ്തു. സ്വപ്നമാണെന്ന് കരുതിയത് യാഥാർത്ഥ്യമായി. എന്ത് തേങ്ങാക്കൊലയാണ് സ്വപ്നം! ഈ കെ ഫോൺ എന്ന് പറഞ്ഞ സാധനമായിരുന്നു സ്വപ്നം. അങ്ങനെയാണെങ്കിൽ അതൊരു പൊട്ട സ്വപ്നമായിരുന്നു എന്നേ പറയാനുള്ളൂ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം. കെ ഫോൺ സംസ്ഥാനത്തിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി. ഈ സംഗതി നടന്നത് 2023 ജൂണിലാണ്. 2023 ജൂണിലാണ് ഈ ഉദ്ഘാടനം നടന്നതെങ്കിൽ ഡിസംബർ ആയപ്പോഴേക്കും ഇതിൻ്റെ കട്ടയും പടവും മടങ്ങി. ഇത് തന്നെയാണ് ഇവരുടെ എല്ലാ പദ്ധതിയുടെയും സംഗതി. ഇനി ഇതിനു മുമ്പ് കോക്കോണിക്സ് എന്ന ഒരു ലാപ്ടോപ്പ് 3 കളറിലും 3 വേരിയൻറ്റിലൊക്കെ ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊരു തള്ളി മറിക്കലായിരുന്നു. ഇപ്പോൾ ആളുകൾ ഈ കോക്കോണിക്സ് മേടിച്ചവർ ഇതിപ്പം ഈ ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവർ ഇതിൻ്റെ ഈ സ്ക്രീൻ ഇങ്ങനെ തുറന്നു വെക്കും. അപ്പോൾ ഓണാക്കുമൊന്നും വേണ്ട, ഓണാക്കാതെ തന്നെ നമ്മൾ കണ്ണാടിക്ക് പകരം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മുഖം കാണാൻ പറ്റും. അപ്പം സൗകര്യമായിട്ട് തുറന്ന് വെച്ചിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. കാര്യം ഇത് ഓണായെങ്കിലല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ കോക്കോണിക്സിൻ്റെ അവസ്ഥ. ഇതും വലിയ കൊട്ടിക്കൊഴിച്ച് സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ്. വേറെ ഒരെണ്ണമുണ്ട്. അത് നീം ഇലക്ട്രിക് ഓട്ടോ എന്നായിരുന്നു അതിൻ്റെ പേര്. പച്ച കളറൊക്കെ ഇട്ട് ഒരു ഇലക്ട്രിക് ഓട്ടോയും കൊണ്ടുവന്ന് കേരള സർക്കാരിൻ്റെ സംഗതിയാണ്. എന്നിട്ട് പാവം പിടിച്ച നേപ്പാളുകാരെ പറ്റിച്ചു. അവിടത്തേക്ക് ഒരു 10-20 ആദ്യം ഓട്ടോ അവിടെ കയറ്റി അയച്ചു. പിന്നെ കയറ്റി അയക്കാൻ നേരത്തെ അവർ കണ്ടം വഴി ഓടിച്ചു. ഈ സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഓടിക്കോളെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ജെയ്ക്സി തോമസ് ഉണ്ടല്ലോ, ആ ചെറുക്കൻ ചാനലിൽ വന്ന് വാ വിളിച്ചാലേ നമുക്ക് ചിരിയാണ്. ചെറുക്കൻ അവിടെ വന്നിരുന്നിട്ട് എന്തൊരു തള്ളി മറിക്കലായിരുന്നു. കേരള സർക്കാർ നീം ഓട്ടോ നിർമ്മിച്ച് ഇറക്കി നേപ്പാളിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊരു തള്ളായിരുന്നു. എവിടെ പോയി സാധനം? മേടിച്ചവന്മാരെല്ലാം കുത്തിയിരുന്ന് പ്രായിക്കൊണ്ടിരിക്കുക, കുത്തിയിരുന്ന് പ്രാഗിയും തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ്? പിണറായി സർക്കാരിനെ. ഇതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, റൂം ഫോർ റിവർ. എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ. ഇങ്ങനെ ഓരോന്നും എണ്ണി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആളുകളെ ഇങ്ങനെ വട്ടത്തിലും നീളത്തിലുമൊക്കെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ പിണറായി വിജയ എന്നേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.